വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഏതാനും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സംസാരിച്ചു വരുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ കാരണം തന്നെ നഷ്ടപ്പെട്ടു പോവുക. വളരെ ഗുരുതരമായ സംഗതിയാണ്. നമ്മൾ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം നാളെ പരലോകത്ത് കാണാതിരിക്കുക, വട്ടപൂജ്യമായി മാറുന്ന വളരെ അപകടകരമായ ഒരു അവസ്ഥ. അതിനെക്കുറിച്ച് ശക്തമായ താക്കീതുകളും മുന്നറിയിപ്പുകളുമാണ് ഖുർആനിലും ഹദീസിലും ഉള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ വിഷയങ്ങളെല്ലാം ഒരു പക്ഷേ നമ്മളൊക്കെ നിസ്സാരമാക്കി കണക്കാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ പ്രതിഫലനം ഭയങ്കരമാണ്. കാരണം അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, അവസാനം പറഞ്ഞത് 8ാമത്തെ കാര്യം അസർ നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. അസർ നമസ്കാരം ഒഴിവാക്കുന്ന ഒരാളുടെ അന്നത്തെ കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന് നമ്മൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ ഈ കർമ്മങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രൂപത്തിൽ എങ്ങനെയൊക്കെയാണ് എന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി 9ാമത്തെ കാര്യമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ 8 നമ്മൾ പറഞ്ഞു. 9ാമത്തത് മറ്റുള്ളവരെ ചീത്ത പറയുക, അവരുടെ മേൽ ആരോപണങ്ങൾ പറയുക, അതുപോലെ തന്നെ അന്യായമായി അന്യരുടെ ധനം ഭക്ഷിക്കുക, രക്തം ചിന്തുക, ആക്രമിക്കുക, അടിക്കുക, ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കർമ്മങ്ങളെടുത്ത് ആ മനുഷ്യർക്ക് കൊടുക്കും. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നബി ഒരിക്കൽ ചോദിച്ചു, അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നമ്മൾ സാധാരണ കേൾക്കുന്നൊരു ഹദീസാണ്. നബി ചോദിക്കണം, തദറൂന മൽ മുഫ്ലിസ്, നിങ്ങൾക്ക് അറിയോ? സഹാബികൾ ചോദിക്കുകയാണ്, മുഫ്ലിസ് ആരാന്ന് അറിയാമെന്ന് ചോദിക്കുക. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പരായവർ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നു. പാപ്പരാവ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിൽ പാപ്പരാവ എന്ന് പറഞ്ഞാൽ കുറേ സ്വത്ത് മുതലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായി? ഇപ്പോൾ അതൊന്നുമില്ലാതെ, എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ഒരു പാവപ്പെട്ടവൻ്റെ അവസ്ഥയിലേക്ക്, അതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുക. അപ്പം നബി ചോദിച്ചു, മുഫ്ലിസ് ആരാന്ന് അറിയുമെന്ന് ചോദിച്ചു. പാപ്പരായ ആരാന്ന് അറിയാമെന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന മല്ലാ ദിർഹമ ലഹു വലാ മത്താ. ഞങ്ങളെ കൂട്ടത്തിൽ മുഫ്ലിസ് പാപ്പരായവർ എന്ന് പറഞ്ഞാൽ സ്വത്തും മുതലും അതുപോലെ തന്നെ അയാളുടെ വിഭവങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലുള്ള ആളുകൾക്കാണ് പറയാം. അപ്പോൾ ഫഖാല, നബി പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാത്തിൻ വസിയാമിൻ വസക്കാ. എൻ്റെ ഉമ്മത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ, പാപ്പരായി എന്ന് പറഞ്ഞാൽ, ഖിയാമത്ത് നാളിൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇതൊക്കെ ആയിട്ട് വരും. കുറേ നിസ്കരിച്ചിട്ടുണ്ടാവും, കുറേ നോമ്പ് ഇട്ടിട്ടുണ്ടാവും, കുറേ സക്കാത്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഈ അമലുകളൊക്കെ അതിൻ്റെയൊക്കെ കൂലി പ്രതീക്ഷിച്ച് പരലോകത്ത് വരും. പക്ഷേ വയത്തിക്കത് ശതമഹാദ വ കദഫഹാദ വ അക്കല മാലഹാദ വ സഫക്ക ദമഹാദ വ ദറബഹാദ. പക്ഷെ ഇവൻ വരുമ്പോൾ ഇവന് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തൊക്കെ കൊടുക്കണവനാണ്. പക്ഷെ അതിൻ്റെയൊക്കെ കൂടെ അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ നമ്മൾ ഇസ്ലാം നിർണയിച്ച ഒരു രീതിയിലൂടെ അങ്ങനെ ജീവിച്ചു പോകണം. രണ്ടും കൂടി നമ്മൾ നിസ്കരിക്കുകയും ചെയ്യും, നോമ്പ് കൊടുക്കുകയും ചെയ്യും, സക്കാത്ത് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് വേറുള്ളവൻ്റെ കുറ്റം പറയും, വേറുള്ളവനെ പറ്റി ഇല്ലാത്തത് പറയും. അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ളതാണെങ്കിൽ ഒരാളെ അടിക്കും, ഉപദ്രവിക്കും, ചീത്ത പറയും. ഹദീസ് ഇതാണ്. അങ്ങനെ എന്താക്കി ഈ നമ്മൾ നിസ്കരിച്ച നോമ്പിൻ്റെയും ഈ സക്കാത്തിൻ്റെ ഇതിൻ്റെയൊക്കെ കൂലി ആർക്ക് പോയി? ആർക്കാണോ അവർക്ക് പോയി. ഫയുത്ത ഹദാ മിൻ ഹസനാത്തിഹി വഹദാ മിൻ ഹസനാത്തിഹി ഫഇൻ ഫനിയത് ഹസനാത്തു ഖബല അൻ യുഖ്ലമ അലൈഹി ഉഖിദ മിൻ ഖതായാഹും വതുരിഹത് അലൈഹിം തുമ്മ തുരിഹ ഫിന്നാർ. എന്താണ് നമ്മൾ പലപ്പോഴും കേട്ടാവും, ഞാൻ പെട്ടെന്ന് വായിച്ചത്, പലപ്പോഴും നമ്മൾ കേട്ട ഹദീസാണ്, വിഷയത്തിലേക്ക് ചേർത്ത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇവൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പം ഇവൻ്റെ ഹസനാത്ത്, അങ്ങനെ ഇവൻ്റെ നന്മകളൊക്കെ ഓരോരുത്തർ കൊടുക്കുകയാണ്. അങ്ങനെ ഹസനാത്തുകൾ പിന്നെ തീർന്നാൽ പിന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ തിന്മകൾ അത് ഇവന് കൊടുക്കും. അങ്ങനെ അവസാനം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അപ്പോൾ ഈ വിഭാഗം ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ബുഖാരിയും മുസ്ലിമും ചേർന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം മുസ്ലിമിൻ്റെ ഹദീസിൽ
2581 നമ്പർ ഹദീസായിട്ടാണ് ഇത് കാണാൻ സാധിക്കുക. ഇമാം മുസ്ലിമിൻ്റെ 2582 ഹദീസിൽ കാണാം. എത്രമാത്രം എന്ന് പറയോ, നബി പറയാണ്, ഒരു എല്ലാ തുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹ യൗമൽ ഖിയാമ, അതായത് ഖിയാമത്ത് നാളിൽ ഹക്കുകൾ, അവകാശങ്ങൾ ഹനിച്ചവർക്ക് അവകാശങ്ങൾ എടുത്തു കൊടുക്കും. എത്രമാത്രം എന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു കൊമ്പുള്ള ആടിൽ നിന്ന് കൊമ്പില്ലാത്ത ആടിന് വേണ്ടി പ്രതികാരം നൽകപ്പെടുമെന്ന് പറഞ്ഞല്ലോ. കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തിക്കണമെങ്കിൽ പകരം കൊമ്പ് കൊടുത്തിട്ട് അങ്ങോട്ട്, അത്രമാത്രം അല്ലാഹു തആല നീതി നടപ്പിലാക്കും എന്നാണ്. അപ്പോൾ പിന്നെ നിസ്കരിച്ച കൂലി ഇതൊക്കെ പോകാനുള്ള കാരണം എന്തായിരിക്കും? നിസ്കരിച്ച കൂലിയും കാരണം ഇതൊക്കെ പോകാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവന് മറ്റേ വ്യക്തിക്ക് ഇവനിൽ നിന്ന് പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ പറ്റിയ യാതൊന്നും ഇല്ലാത്തൊരവസ്ഥയുള്ള വ്യക്തിയായിരിക്കും. കാരണം ഞാൻ ഒരാളെ പറ്റിയിട്ട് മോശമായിട്ട് പറയണത് ചിലപ്പോൾ ആ മനുഷ്യൻ പോലും അറിയില്ല. ഒരാളെ പറ്റി നമ്മൾ പറയട്ടെ, അയാളെ പിന്നെ അങ്ങനത്തെ ഒരു കണ്ണോട് കൂടിയിട്ട് അയാൾ കാണും, ചോദിക്കില്ല, പറയില്ല. ഇയാളെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ മറ്റാൾ ഉണ്ടാക്കി വെച്ച്, എന്നെപ്പറ്റി നിങ്ങളോട് പറഞ്ഞത് ഞാൻ അറിയുക പോലും ചെയ്യുന്നില്ല. അതൊരു വല്ലാത്തൊരു അക്രമമാണത്. അപ്പം പിന്നെ അവിടെ എന്തേനു മാർഗമുള്ളൂ? അവൻ്റെ നന്മകളെടുത്ത് ഇവനെ കൊടുക്കുക, ഇവൻ്റെ തിന്മകളെടുത്ത് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളിപ്പം പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് തൗഹീദുള്ള ആൾക്കാരാണ്, നിസ്കരിക്കണോലാണ്, ശരിക്കും നമ്മൾ സമ്പത്തിന് കണക്കാക്കി സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരാണ്, നോമ്പ് ഉപേക്ഷിക്കാത്ത ആൾക്കാരാണ്. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ഈ അമലുകളൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് സൂക്ഷിക്കണം. അതാണ് 9ാമത്തെ കാര്യം. ഇനി 10ാമത്തെ കാര്യം, റബ്ബിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വയം ഒരു പ്രഖ്യാപനം നടത്തുക. നമ്മളെ അമൽ പൊളിഞ്ഞു പോകും. മനസ്സിലായിട്ടില്ല? റബ്ബിൻ്റെ കാര്യം, റബ്ബിനെ പറ്റി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നമ്മൾ സ്വയം എന്ത് ചെയ്യുക? ഒരു പ്രഖ്യാപനം നടത്തുക. അതായത് പ്രഖ്യാപനം നടത്തുക എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരു ചരിത്രം പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അബൂദാവൂദിൻ്റെ 4901 4901 നമ്പർ ഹദീസ്. ആ ഹദീസിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഇസ്രായീലിലെ 2 കൂട്ടുകാരുടെ കഥ പറയാം. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളെ അമല് ബാത്തിലായി പോകുന്ന കാര്യമാണ്. ബനൂ ഇസ്രായീലിൽപ്പെട്ട 2 ചങ്ങാതിമാർ, 2 ഉറ്റ സുഹൃത്തുക്കൾ. ഹദീസ് ഇങ്ങനെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാന റജുലാനി ഫി ബനി ഇസ്രായീൽ മുതവാഹിയൈനി, ബനു ഇസ്രായേലിലെ 2 ഉറ്റ ചങ്ങാതിമാർ. ബനു ഇസ്രായേലിലെ 2 ഉറ്റ ചങ്ങാതിമാർ. നബി അധികവും ചരിത്രങ്ങൾ പറയുമ്പോൾ, കഥ പറയുമ്പം ബനു ഇസ്രായേലിയുടെ കഥ പറഞ്ഞത് എന്തിനാ ബനു ഇസ്രായേലിലെ കഥ പറയണത്? ബനു ഇസ്രായേലിലാണ് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മാതൃകയാണ്. അള്ളാഹ് ഖുർആനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബനു ഇസ്രായേലിനോട് അള്ളാഹ് പറഞ്ഞതും യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുക്കും അങ്ങനെ തുടങ്ങിയിട്ട്, ഭൂമിയിൽ നിങ്ങൾ പലരേക്കാളും ശ്രേഷ്ഠരാക്കി, നിങ്ങൾക്ക് തന്ന നിയമത്തുകൾ നിങ്ങളെ മറന്നു പോകരുതെന്നൊക്കെ ഖുർആനിൽ ഇങ്ങനെ അള്ളാഹു താക്കീത് ചെയ്യുന്നത് കാണാൻ കഴിയും. അപ്പോൾ ബനു ഇസ്രായേലിൽ പെട്ടപ്പോൾ ഗുഹയിൽ അകപ്പെട്ട 3 ആളെ കഥ പറയുന്നുണ്ട്. അങ്ങനെ പല കഥകളും ബനു ഇസ്രായേലിൻ്റെ കഥ. അതിൽപ്പെട്ട ബനു ഇസ്രായേലിൽ നടന്നൊരു കഥയാണ് നബി പറഞ്ഞത്. 2 ചങ്ങാതിമാർ, അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഫക്കാന അഹദുഹുമാ യുദ്നിബു വൽ ആഖിറു മുജ്തഹിദു ഫിൽ ഇബാദ. ചങ്ങാതിമാരൊക്കെ ശരിയാണ്, പക്ഷെ അതിൽ ഒരാൾ മുദ്നിബാണ്. എന്ന് പറഞ്ഞാൽ നല്ലോണം തെറ്റ് ചെയ്യുന്ന ആളാണ്, തെറ്റുകൾ നല്ലോണം ചെയ്യുന്ന ഒരാളാണ് ഒരു ചങ്ങാതി. മറ്റേ ചങ്ങാതിയോ മുജ്തഹിദുൻ ഫിൽ ഇബാദ, അയാൾ ഇബാദത്തിൽ നല്ലോണം കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്, ആളൊരു ആബിദാണ്. 2 ചങ്ങാതിമാരാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ അതിൽ ഒരാൾ നല്ലോണം ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, നല്ല ഇബാദത്തിൽ നല്ല മുജ്തഹിദാണ്. മറ്റേ ആളാവട്ടെ നല്ലോണം തെറ്റുകൾ ചെയ്ത് മുദ്നിബായ ഒരാളാണ്. അയാളെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. ഫക്കാന ലാ യസാലുൽ മുജ്തഹിദു യറൽ ആഖിറ അല ദൻബി ഫഖാല ലഹു അക്സ്യ. ഈ കൂട്ടുകാരൻ, ഈ ആബിദായ ഈ നല്ല കൂട്ടുകാരൻ, ഇയാൾ മറ്റേ കൂട്ടുകാരനെ കാണുമ്പോൾ പറയും,
എടാ ഈ ഇങ്ങനെ തന്നെ പോയാൽ സംഗതി ശരിയാവില്ല, അക്സിർ, ഈ തെറ്റൊക്കെ കുറച്ച് കുറക്കുക. എൻ്റെ ജീവിതത്തിൽ കുറേ തെറ്റുകുറ്റങ്ങളുണ്ട്. കാരണം ഏറ്റവും അടുത്ത ചങ്ങാതിമാർക്കുള്ള അറിയാം, ഏറ്റവും അടുത്ത ഫ്രണ്ടിനാണ് എന്താ അറിയുക, നമ്മളെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അറിഞ്ഞവരായിരിക്കും. അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, ഈ ഒന്ന് തെറ്റൊക്കെ ഒന്ന് കുറക്കണം. എന്താണ് ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നത്, കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അത് കുറച്ചൊന്ന് കുറക്കുന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, ഹല്ലിനി ഓ റബ്ബി, നീ എന്നെയും എൻ്റെ റബ്ബിനെയും വിട്ടാളാ. ഞാൻ എൻ്റെ റബ്ബായിട്ടാണ് തെറ്റ് ചെയ്യണത്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, അത് പറഞ്ഞ് എന്നെയും എൻ്റെ റബ്ബിനെ നീ വിട്ടാളാ. അബുഇസ്ത അലയ്യ റഖീബൻ, അബുഇസ്ത അലയ്യ റഖീബ്, എൻ്റെ മേൽ നീ ഒരു റഖീബായിട്ട്, നിരീക്ഷകനായിട്ട്, റഖീബ് എന്ന നിരീക്ഷകനായിട്ട് എൻ്റെ കാര്യത്തിൽ നിന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഈ എന്തിനാ എൻ്റെ പിന്നാലെ ഞാൻ ചെയ്യുന്ന തെറ്റൊക്കെ നോക്കി കാണുന്നത്? ഈ എൻ്റെ പിന്നാലെ നടക്കണ്ട, ഈ എൻ്റെ ഒരു നിരീക്ഷകനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ എന്ത് ചെയ്യണ്ട, അത് പറയണ്ട, എൻ്റെ തെറ്റിനെ പറ്റി പറയണ്ട, ഈ ഇന്നിൻ്റെ റബ്ബിനോട് വിട്ടാളാം, ഒഴിവാക്കിക്കളാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഫഖാല, ഈ സുഹൃത്ത് പറഞ്ഞു, വല്ലാഹി, അള്ളാനെ തന്നെയാ സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലക, അള്ളാഹ് നിനക്ക് പുറത്തു തരൂലടാന്ന് പറഞ്ഞു. എന്താണ്? അള്ളാഹു നിനക്ക് പുറത്തു തരൂല, അള്ളാഹു നിനക്ക് പുറത്തു തരാതിരിക്കട്ടെ, അള്ളാഹ് നിനക്ക് പുറത്തു തരൂല എന്ന് പറഞ്ഞു. ഔ ലാ യുദ്ഖിലുക അല്ലാഹുൽ ജന്ന, അള്ളാഹ് നിനക്ക് ഒരിക്കലും സ്വർഗം തരൂല, നിനക്കൊരിക്കലും അള്ളാഹ് സ്വർഗം തരാതിരിക്കട്ടെ, നീ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ, നിനക്ക് അള്ളാഹു സ്വർഗം തരൂല, നിനക്ക് അള്ളാഹു പുറത്തു തരൂല, അള്ളാഹു നിനക്ക് പുറത്തു തരാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഫഖബല അർവാഹഹുമ, അങ്ങനെ രണ്ടാളും മരണപ്പെട്ടു. രണ്ടാളും കുറെ കാലം ജീവിച്ച ചങ്ങാതിമാരായി ജീവിച്ചു, അങ്ങനെ രണ്ടാളും മരിച്ചു. ഫജിത്തമാ ഇൻദ റബ്ബിൽ ആലമീൻ, രണ്ടു പേരെയും റബ്ബുൽ ആലമീനായ അള്ളാഹിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. രണ്ടുപേരും എവിടെ വരും? റബ്ബിന്റെ അടുക്കൽ വരും. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയോ? ഫഖാല ലിഹാദൽ മുജത്തഹിദ്, അല്ലാഹു തആല ഈ മുജത്തഹിദായ, ഈ ആബിദായ, ഇബാദത്ത് ചെയ്യുന്ന ഈ നല്ല മനുഷ്യണ്ടല്ലോ, അയാളോട് ചോദിക്കും, അകുൻത ബി ആലിമൻ, ഈ ഇന്നെപ്പറ്റി എല്ലാം അറിയുന്നവനായിരുന്നോ? നീ എന്നെപ്പറ്റി എല്ലാം അറിയുന്നവനായിരുന്നോ? ഔ കുൻത അലാ മാ ഫീ യദി ഖാദിറൻ, അല്ലെങ്കിൽ നീ എൻ്റെ കൈകളിലുള്ള കാര്യത്തിനെ സംബന്ധിച്ച് പറയാൻ പറ്റിയ കഴിവുള്ള ഒരാളാണോ നീ? എൻ്റെ കയ്യിലുള്ളൊരു കാര്യം നിനക്ക് എടുത്തു കൊടുക്കാൻ കഴിവുണ്ടോ? എനിക്ക് എൻ്റെ കയ്യിലുള്ളൊരു കാര്യം എടുത്തു കൊടുക്കാൻ കഴിവുള്ളവനാണോ നീ? അതല്ലെങ്കിൽ നീ എന്നെപ്പറ്റി നല്ലോണം അറിയുന്ന ഒരാളാണോ, ആലിമാണോ? വഖാലലിൽ മുദ്നിബ്, അങ്ങനെ അള്ളാഹ് ഈ കുറ്റം ചെയ്ത ആളുണ്ടല്ലോ, അയാളോട് പറയും, ഇത് ഹബ്, നീ പൊയ്ക്കോ, വദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ കടന്നോ, ബി റഹ്മത്തി, എൻ്റെ റഹ്മത്ത് കൊണ്ട്, എൻ്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പൊയ്ക്കോ എന്ന് പറയും. വഖാലലിൽ ആഖർ, മറ്റേ ആളോട് പറയും, ഇത് ഹബു ബിഹി ഇലന്നാർ, മലക്കളോട് പറയും, ഇവൻ അങ്ങനെ നരകത്തിൽ കണ്ടു കൊണ്ടേക്കാളെന്ന് പറയും. ഈ ഹദീസ് പറഞ്ഞ അബൂ ഹുറൈറയാണ്. എന്നിട്ട് അബൂ ഹുറൈറ പറയാണ്, ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, വല്ലദി നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവനെ തന്നെയാണ് സത്യം. ശ്രദ്ധിക്കണം, ലതകല്ലമ ബികലിമത്തിൻ ഔ ബഖത് ദുനിയാഹു വആഖിറതുഹു, നമ്മൾ പറയുന്ന ഒരു വാക്ക് ഇഹലോകവും പരലോകവും നമുക്ക് നഷ്ടപ്പെടുത്തിയേക്കാം. സൂക്ഷിക്കണം. നമ്മൾ എന്താ പറഞ്ഞത്? 10ാമത്തെ കാര്യം എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നാം ഒരു പ്രഖ്യാപനം നടത്തുക. അള്ളാഹിൻ്റെ കാര്യത്തിൽ നാം പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ നമ്മൾ അവര് പോകും, നഷ്ടപ്പെട്ടു പോകും. എന്താ ഇവിടെ വിഷയം? ബനി ഇസ്രായേലിൽ നടന്ന കഥ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നല്ല ആബിദായി മനുഷ്യൻ, ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യനോട് പറയുകയാണെന്ത്, നീ കുറക്കുന്ന പറഞ്ഞിട്ടുള്ളൂ അല്ലെ, കുറക്കുന്ന പറഞ്ഞ് മോഹൻ പറഞ്ഞെന്ത്, ഈ ഇന്ന വിട്ടാളാ, ഇന്ന റബ്ബിൻ്റെ കാര്യം വിട്ടാളാ എന്ന് തീർത്ത് പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, ഈ ഇന്ന കാര്യത്തിൽ ഇന്ന് നിരീക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഈ സമയത്താണ് ഈ വ്യക്തി പറഞ്ഞത് എന്ത്, അള്ളാഹു നിനക്ക് പുറത്തിരാതിരിക്കട്ടെ, നീ സ്വർഗത്തിൽ കടക്കൂല, നീ സ്വർഗത്തിലേക്ക് പോകൂല. ഇവൻ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൻ ചെയ്ത നിസ്കാരത്തേക്കാൾ
ഇവൻ ചെയ്ത മറ്റ് അമലുകളേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അധികാരത്തിൽ നമ്മൾ ഇടപെട്ട് പറയാന്നുള്ളത്. മനസ്സിലായേ? ഇതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് പഠിച്ചോണം ഞാൻ കുറേ തെറ്റും കുറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മറ്റു കാര്യത്തിലൊന്നും എനിക്ക് വേണ്ടത്ര ശ്രദ്ധയും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ എന്തായാലും നരകത്തിലാകും. ഇങ്ങനെ റബ്ബിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെട്ട വാക്ക് നമ്മൾ പറയാൻ പാടില്ല. ആ ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ തെറ്റെന്നെ ചെയ്ത് ജീവിക്കാമെന്നല്ല പറഞ്ഞത്, ആണോ? അല്ല. പിന്നെന്താണ്? റബ്ബിനോട് ഒരു തെറ്റ് വന്നു പോയാൽ റബ്ബിനോട് നമ്മൾ പൊറുക്കലിനെ തേടുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, പൊറുക്കലിനെ തേടുക. റബ്ബ് ഒരാളെ സ്വർഗത്തിലാക്കുന്നതും ഇന്ന ആൾ സ്വർഗത്തിലാണ്, ഇന്ന ആൾ നരകത്തിലാണെന്ന് അള്ളാഹും അവൻ്റെ റസൂലും പറയാത്ത ഒരാളെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പറയാൻ പറ്റില്ല. അള്ളാഹ് പറഞ്ഞു ഇന്ന ആൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ഖുർആനിൽ അങ്ങനെ ഉണ്ട്. ചില ആൾക്കാരെ പറ്റിയൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ സ്വർഗത്തിലാണ്. റസൂലുള്ള പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞത്? വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഇന്ന ആൾക്കാരൊക്കെ സ്വർഗത്തിലാണ്. വ്യക്തികളെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞത്. അവരല്ലാതെ ഒരാളെയും നമുക്ക് ഇന്ന ആൾ സ്വർഗത്തിൽ നിന്ന് പറയാൻ പാടില്ല. നരകത്തിൽ നിന്ന് പറയാൻ പറ്റുമോ? അതും പറ്റൂല. പിന്നെ ഇന്ന സ്വഭാവമുള്ള ആളുകൾ, ഇന്ന വിശ്വാസമുള്ള ആളുകളൊക്കെ സ്വർഗത്തിൽ പോകും, ഇന്ന വിശ്വാസവും ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്യാത്ത ആൾക്കാർ നരകത്തിലേക്കും പോകും എന്ന് പറയാം. അതല്ലാതെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പാടില്ല. ഇവിടെ ബനീ ഇസ്രായേലിൽ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളാണ്, അല്ലേ? ആ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ പറയുകയാണെന്ത്, നീ നരകത്തിൽ തന്നെയാണ്, അള്ളാഹ് എനിക്ക് പുറത്തു തരൂല. അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പാടില്ല. നമ്മൾ അങ്ങനെ ഒരാളോടും നീ നരകത്തിലാണ് അല്ലെങ്കിൽ നീ സ്വർഗത്തിലാണ് എന്ന വർത്താനം നമ്മൾ പറയാൻ പാടില്ല. കാരണം അത് ആരുടെ മാത്രം അധികാരമാണ്? ആരുടെ മാത്രം അധികാരം? അള്ളാഹുവിൻ്റെ മാത്രം അധികാരം. കാരണം എന്താ? യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആൾക്കാർ അള്ളാഹ് ശിക്ഷിക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പം നമ്മൾ കുറേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ കർമ്മങ്ങൾ നമുക്ക് കിട്ടുന്ന ഉറപ്പായിട്ടിരിക്കണ്ട. ആ കർമ്മങ്ങൾ ഒരു പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരാളെയും നമ്മൾ ഈ നരകത്തിലാണ്, ഞാൻ സ്വർഗത്തിലാണ്, ഈ നരകത്തിൽ പോട്ടെ, എനിക്കല്ല പുറത്തിരില്ല എന്ന് പറയാൻ പാടില്ല. നമ്മൾ ഇടയ്ക്ക് നമ്മൾ പറയും, എങ്ങനെ? അത് വഹിയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് വഹിയാണ്. അള്ളാഹുവും അതിൻ്റെ റസൂലും നരകത്തിലാണ് ഒരാളെന്ന് പറഞ്ഞാൽ നരകത്തിൽ തന്നെ. പിന്നെ നമ്മൾ ഓരോ സ്വർഗത്തിൽ ആക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? അബൂലഹബ് നരകത്തിലാന്നുള്ള പറഞ്ഞാൽ അബൂലഹബ് നരകത്തിൽ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളെ സംബന്ധിച്ച് ഖുർആൻ എന്താ, റസൂൽ എന്താ പറഞ്ഞത്, അത് അങ്ങനെ തന്നെ, അതിലപ്പുറമൊന്നുമില്ല. നമ്മളെന്ത് ചെയ്യേണ്ട, ഒരാളെയും സ്വർഗത്തിലോ നരകത്തിലേക്കോ ആക്കാനുള്ള അധികാരം നമുക്കില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ അമലെന്തായി പോകും? നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണം. ഇനി ചിലപ്പോഴെങ്കിലും നമ്മൾ പറയല്ലോ, എടാ എന്നോട് പടച്ചോൻ പൊറുക്കൂല, അങ്ങനെ പറയില്ലേ നമ്മൾ? പടച്ചോൻ പൊറുക്കൂലട്ടോ, പടച്ചോൻ പൊറുക്കൂലട്ടോ എന്ന് പറയും നമ്മൾ. അല്ലെ, എത്ര നിസ്സാരമായിട്ട് പറയാം, പടച്ചോൻ പൊറുക്കൂലട്ടോ എന്ന് പറയും. ശ്രദ്ധിക്കണം. പടച്ചോൻ പൊറുക്കൂലട്ടോ എന്ന് നമുക്ക് പറയാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മൾ നടത്തുന്നൊരു പ്രഖ്യാപനമാണ്. അതുണ്ടാകാൻ പാടില്ല. നമ്മളോട് എത്ര അനീതി ചെയ്താലും, നമ്മളോട് ഒരാൾ എത്ര അക്രമം ചെയ്താലും, നമ്മളെ എത്ര വേദനിപ്പിച്ചാലും, എത്ര പരാതി പറഞ്ഞാലും, എത്ര വിഷമിപ്പിച്ചാലും നമ്മളെന്താ പറയേണ്ടത്? ശരിക്കും നബി എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയി, അല്ലേ? ത്വായിഫ് നമ്മളൊക്കെ പോയി കണ്ട്, പല ആൾക്കാരും പോയി കണ്ടിട്ടുണ്ടാവും. ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. എന്തിനാ പോയത്? ജനങ്ങൾ ഉപദ്രവിച്ച് ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്ത് എറിഞ്ഞ്, ഒട്ടകത്തിൻ്റെ ചാണകം കൊണ്ട് എറിഞ്ഞ് നബിനെ ഉപദ്രവിച്ച്, അങ്ങനെ ഉമ്മാൻ്റെ ആൾക്കാരിൽ നിന്ന് അഭയം കിട്ടാൻ വേണ്ടി അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഇതേപോലെ ആവർത്തിക്കപ്പെട്ടു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പറഞ്ഞത്, ഈ മര മറിച്ചിലട്ടെ എന്ന് ചോദിച്ചത്. എന്താ പറഞ്ഞത്? അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന്. കണ്ടാ?
അപ്പോൾ നമ്മൾ നമുക്ക് അള്ള പുറത്ത് തരൂല എന്നല്ല പറയണ്ടേ, പിന്നെ എന്താ പറയണ്ടേ? അള്ള പുറത്ത് തരട്ടെന്നാ പറയണ്ടേ. അള്ള എനിക്ക് പുറത്ത് തരട്ടെന്നാ പറയണ്ടേ. പുറത്ത് തരൂല എന്ന് പറയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ മരണം വരെ കൊണ്ട് നടക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ കാര്യങ്ങൾ അനക്കല്ല പുറത്ത് തരൂലട്ടോ എന്ന് പറഞ്ഞാൽ ആരാണോ പറഞ്ഞത് അവനോട് നമ്മൾ ഈ കഥ, ബനി ഇസ്രായേലിലെ ഈ കഥ പറഞ്ഞു കൊടുക്കണം. നമ്മളെ മനസ്സിൽ അത് പാഠമായിട്ട് വേണം. ഇമാം മുസ്ലിമിൻ്റെ 2621 നമ്പർ ഹദീസ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് കേൾക്കാം. 2621 ഇമാം മുസ്ലിമിൻ്റെ എന്താ ഹദീസ് അറിയോ? അൻ ജുന്ദുബിൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദസ, നബി ഒരു വർത്തമാനം പറഞ്ഞു. എന്താണ് വർത്തമാനം? അന്ന റജുലൻ ഖാല, ഒരാൾ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇത് മറ്റൊരു ഹദീസാണ്. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കൂല എന്നൊരാൾ പറഞ്ഞു. വ ഇന്നല്ലാഹ തആല, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, മൻ ദല്ലദീ യതഅല്ലാ അലയ്യ, എൻ്റെ മേൽ ആരാണ് സത്യം ചെയ്ത് പറഞ്ഞത്, അല്ലാ അഗ്ഫിറ ലിഫുലാൻ, ഞാൻ ഇന്ന വ്യക്തിക്ക് പുറത്തു കൊടുക്കൂല എന്ന് എൻ്റെ പേരിൽ അങ്ങനെ ആര് പറയും? ഫഇന്നി ഖദ് ഗഫർതു ലിഫുലാൻ, ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കും. വ അഹ്ബത്തു അമലക, നിന്റെ അമല് ബാത്തിലാക്കു ചെയ്യും. നിന്റെ അമല് ബാത്തിലാക്കു ചെയ്യും, ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കും ചെയ്യും. ഇമാം മുസ്ലിമിൻ്റെ ഹദീസാണ്, ശ്രദ്ധിക്കണം. എന്താ കാരണം? സൂറത്ത് സുമറിലെ 39-53 ആയത്താ കാരണം. 39-53 ആയത്ത്. എന്തായത്ത്? ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലയോ എൻ്റെ അടിമകളെ, തെറ്റുകൾ ധാരാളമായി ചെയ്ത എൻ്റെ അടിമകളെ, നിങ്ങൾ ആ തെറ്റിനെക്കുറിച്ച് നിരാശപ്പെടരുത്. കാരണം എൻ്റെ റബ്ബ് എല്ലാം പുറത്തിരും. തീർച്ചയായും അള്ളാഹു മുഴുവൻ പാപങ്ങളും പൊറുക്കും. അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അപ്പം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, നന്നാകാൻ പ്രേരണ നൽകുന്ന നമുക്കൊരു വളരെ വലിയൊരു മോട്ടിവേഷനാണ് ശരിക്കും ഈ ആയത്ത്. നമുക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു ആയത്താണ്. ഒരിക്കലും നമുക്ക് എന്ത് വേണ്ട, പടച്ചവൻ എന്നോട് പൊറുക്കോ എന്നൊരു സംശയം നമുക്ക് വേണ്ട. പുറത്ത് തരൂല നമ്മൾ വിചാരിക്കേണ്ട, പുറത്ത് തരരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യേണ്ട, ഒരാളോട് പറയാനും പാടില്ല. ആയത്ത് 39-53. ഇനി 11-ാമത്തെ കാര്യം, മതത്തിൽ നിന്ന് പിന്മാറി സത്യനിഷേധിയായി മരണപ്പെടുന്നവർ. മതത്തിൽ നിന്ന് പിന്മാറി സത്യനിഷേധിയായി മരണപ്പെടുന്നവർ. എന്താണെന്ന് മനസ്സിലായ? ഒരാള് ഒരു 60-ാമത്തെ വയസ്സിൽ മരിച്ചു. ഒരാൾ 60-ാമത്തെ വയസ്സിൽ മരിച്ചു. അയാൾ 59 കൊല്ലം അയാൾ നിസ്കാരവും നോമ്പും ഒക്കെ അയാൾക്കുണ്ടായിരുന്നു. 59 കൊല്ലം. 59-ാമത്തെ കൊല്ലാണ് അയാൾക്ക് ഇതിലൊക്കെ ഒരു സംശയം. എന്നിട്ട് പിന്നെ അയാൾ എന്താക്കി, ഇതൊക്കെ വെറുതെ പറയാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, അള്ളയില്ല, ദൈവമില്ല, പരലോകമില്ല, അതൊക്കെ വെറുതെ പറയാണ്. അങ്ങനെ ഒരാൾ ദീനിൽ നിന്ന് എന്തായി, പുറത്തുപോയി. ദീനിൽ നിന്ന് പുറത്തുപോയി. ഇപ്പം നമ്മളെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന സംഗതിയാണ്. പല ആൾക്കാരും 40 കൊല്ലം, 30 കൊല്ലം, 25 കൊല്ലമൊക്കെ നല്ല ആബിദായിട്ട് ജീവിച്ച് നല്ല നിസ്കാരം കാര്യമൊക്കെ നമ്മൾ, പിന്നെ പെട്ടെന്ന് അവനക്ക് എന്ത് ചെയ്യാണ്, ഒരു സംശയം തോന്നും. എന്നിട്ട് ഓൻ പറയുകയാണെന്ത്, പരലോകമില്ല, വിചാരണ ഇല്ല, സ്വർഗ്ഗം നരകമൊന്നും ഇല്ലാത്ത വെറുതെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ജീവിച്ചാൽ അങ്ങനെ അയാൾ മരണപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ മരണപ്പെടുന്നത് എങ്ങനെ? കാഫറായിട്ടാണ്. അല്ലേ? കാഫറായിട്ടല്ല മരിക്കണത്. എങ്കിൽ അയാൾ, ഞാൻ ഈ പറഞ്ഞ ഈ 59 കൊല്ലം അയാൾ ചെയ്ത കുറേ അമലുണ്ടല്ലോ, അമൽ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജക്കല്ലേ, അതിൻ്റെ അവസ്ഥ എന്താ?
ഇത് അയാൾ ചെയ്ത അമലാക്കി കിട്ടണ്ടേ? ഖുർആൻ അതിന് മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടോളി, എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് കണ്ടോളി. അപ്പോൾ നമ്മൾ സാധാരണ ഇത് സംശയം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമായിട്ടാണ്. അത് ചില ആൾക്കാർ പറയും, പിന്നെ ഒരു മനുഷ്യൻ ചെയ്ത ഒരു അമലും അള്ളാഹ് എന്താക്കൂല, പാഴാക്കി കളയൂല. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ അങ്ങനെ ഉണ്ട്. ഒരു മനുഷ്യൻ, അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ, അല്ലെങ്കിൽ ഉള്ളിയ അമലു ആമിലിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാട്ടെ, ഒരാളെ അമലും അള്ളാഹ് പാഴാക്കി കളയില്ല. പിന്നെ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു ചോദിക്കാൻ നിങ്ങൾക്ക് എന്നോട്? ഞങ്ങളെ അമല് പാഴായി പോണ കാര്യങ്ങളെ പറഞ്ഞ, അമല് ബാത്തിലാണ് കാര്യങ്ങളെ പറയണത്. അപ്പം നിങ്ങൾക്ക് വേണം ചോദിക്കാൻ, ഖുർആനിലെ ആയത്തുണ്ടല്ലോ, ഒരാണാവട്ടെ പെണ്ണാവട്ടെ എന്ത് അമൽ ചെയ്താലും അവൻ്റെ അമല് പാഴായി പോരാന്ന് ഖുർആനിലില്ലേ? അപ്പോൾ ഈ 49 കൊല്ലം 59 കൊല്ലം നിസ്കരിച്ച് നോമ്പ് ഹജ്ജ് മുമ്പൊക്കെ ചെയ്ത ഒരാൾ 60ാമത്തെ കൊല്ലം ഇതൊന്നും ശരിയല്ല, കാരണം ഇതൊക്കെ വെറുതെ നാളെ തട്ടിപ്പാണ്, സ്വർഗ്ഗം നരകമൊന്നുമില്ല, പടച്ചോൻ അങ്ങനെ സംഭവം തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരാൾ പോയിട്ട് അയാൾ മരിച്ചു. അങ്ങനെ അയാൾ മരിച്ചാൽ അയാളെ ഈ 59 കൊല്ലത്തെ അമലുകളുടെ അവസ്ഥ എന്ത്? അതുകൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടു പോകുമെന്നുള്ളതാണ്. വളരെ ഗൗരവമുള്ള സംഗതിയാണ്, നിങ്ങൾ അൽബക്കറ മറിച്ചോളൂ. അൽബക്കറിൽ 217ാമത്തെ ആയത്ത് എന്താ നോക്കാണ്? അൽബക്കറിൽ 217. വമൻ യർത്തദിദ് മിൻകും. അൽബക്കറ 217. വമൻ യർത്തദിദ് മിൻകും അൻ ദീനിഹി, അല്ലേ? 217 തെറ്റിയോ? 217 അൽബക്കറ 217. അതിൻ്റെ അവസാനത്തിലേക്ക്, ആയത്തിൻ്റെ അവസാനത്തിലേക്ക് വരും. ആയത്തിങ്ങനെ ഓതിയിട്ട് വരി. അൻ ദീനിക്കും ഇനിസ്തത്താഉ. പിന്നെ ആയത്ത് വെച്ചോ, ആയത്തന്നെ 217 തന്നെ. വമൻ വൈക്കി വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യുറുദ്ദൂകും അൻ ദീനിക്കും ഇനിസ്തത്താഉ. കണ്ടില്ലേ? വമൻ അവിടുന്നാണ് വായിക്കേണ്ടത്. വമൻ യർത്തദിദ് മിൻകും അൻ ദീനിഹി. ശരിക്കും ശ്രദ്ധിക്കണേ. വമൻ യർത്തദിദ് മിൻകും അൻ ദീനി, ഒരാള് നിങ്ങളുടെ ദീനിൽ നിന്ന് മുർത്തദ്ദാകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 രൂപത്തിലുണ്ട്. ഒന്ന്, മതം മാറണവനുണ്ട്. മറ്റൊന്നെന്താണ്? മതത്തിൽ നിന്ന് പുറത്തു ചാടി, മുസ്ലിം മതം ഉപേക്ഷിച്ചു. എന്താണ്? മതം ഉപേക്ഷിച്ചു, മതത്തിൽ നിന്ന് അവൻ പുറത്തുപോയി. അതെപ്പോഴാണ് പുറത്തു പോവുക? ഈ മതം പറയുന്ന കാര്യം, മതത്തിന് ഏറ്റവും ബേസിക് എന്താണ്? തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, അല്ലേ? ഇത് അയാൾ നിഷേധിച്ചു. അതിൽ അങ്ങനെ സംഭവം ഇല്ല, ആഖിറ അങ്ങനെ സംഭവം, പരലോകം എന്ന സംഭവം ഇല്ല, അള്ളാഹ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്ന് പറഞ്ഞ് ഒരാൾ ഈ ദീനിൽ നിന്ന് അയാൾ പുറത്തുപോയി. ബാക്കി വായിക്കുക. അപ്പം യമുത്ത്, അങ്ങനെ അയാൾ മരിക്കണത് കാഫിറുൻ. അയാൾ ആരായിട്ടാണ് മരിക്കണത്? പിന്നെ അയാൾ അങ്ങനെ പോയി, പിന്നെ കുറച്ചുകാലം ജീവിച്ച അയാൾ അങ്ങനെ തന്നെ മരിച്ചു. പിന്നെ അയാൾ തിരിച്ചു വന്നിട്ടില്ല. അയാൾ ഇസ്ലാമിലേക്ക് വരാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പം ചില ആൾക്കാരുണ്ട്, എന്ത്, കുറേ കാലം മുസ്ലിമായി ജീവിക്കും, പിന്നെ ഓരെന്ത് ചെയ്യും? ഇതിനൊക്കെ തള്ളിപ്പറഞ്ഞ് അങ്ങനെ സംഭവമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോവും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അയാൾക്ക് എന്താവും? ബോധോദയം വരും. വീണ്ടും അയാൾ പൊറുക്കെല്ലാം തേടി തിരിച്ചു വന്നു. അപ്പം അയാൾ മരിക്കണത് മുസ്ലിമായിട്ടാണ്, കാഫറായിട്ടല്ല. ഇതെങ്ങനെ മരണം? ഇതൊക്കെ കുറേ കാലം ഇയാൾ മുസ്ലിമായി ജീവിച്ചു, എന്നിട്ട് പിന്നെ അയാൾ ദീന് കൈവിട്ട് അയാൾ കാഫിറായിട്ട് മരിച്ചു. ബാക്കി വായിക്കുക. ബാക്കി നിങ്ങൾ വായിക്കുക. നമ്മളെ ചോദ്യം എന്താണ്? 59 കൊല്ലം 60 കൊല്ലം 59 കൊല്ലം അയാൾ ചെയ്ത അമലാക്കി കിട്ടൂല എന്നാണ്. കിട്ടൂല. അതാ ഫഉലൈക ഹബിത്തത് അഅമാലുഹും.
കണ്ട, അവരുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു. ഫിദ്ദുന്യ വല്ലാഖിറ, ദുനിയാവത്തതും പോയി പരലോകത്തതും പോയി. ഉലായിക അസ്ഹാബുൻ നാർ, നരകക്കാരാണ്. ഹും ഫിഹാ ഖാലിദൂൻ, നരകത്തിൽ നിത്യവാസികളാണ്. അപ്പോൾ നമ്മളെ അമല് ഇടക്ക് കൊഴിഞ്ഞു പോകരുത്. അമല് ഇടക്ക് സ്റ്റക്കായി തിരിച്ചു വരാൻ പറ്റാതെ മരിച്ചു പോയാൽ അത് ചെയ്തു കൊടുത്തോളം ഉള്ളത് മുഴുവൻ എന്തായി? ബാക്കിലായി. ഇപ്പം ഉത്തരം കിട്ടിയ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരാൾ അങ്ങനെ അപ്പോൾ അയാൾ അങ്ങനെ കർമ്മങ്ങളെ കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോകില്ലേ എന്നുള്ള ചിന്തയെ വേണ്ടാന്ന്. അപ്പം ഇത് ഏതുവരെ തുടർത്തി കൊണ്ടുപോകണം? ഭയങ്കര നമ്മളെ ഈ അമല് ശരിക്കും നമ്മൾ ഒരു സമ്പാദ്യം നമ്മൾ അധ്വാനിച്ച് ജോലി ചെയ്ത് നമ്മളൊരു സംഖ്യ മുടക്കുന്നു, കച്ചവടം ചെയ്യുന്നു, ഒരു സംഖ്യ തിരിച്ചു കിട്ടുന്നു, അതിലൊരു സംഖ്യ നമ്മൾ സമ്പാദ്യമാക്കി വെക്കുന്നു. നമ്മൾ അധ്വാനത്തിൻ്റെ റിസൾട്ടാണ് ഈ സമ്പാദ്യം. ഈ സമ്പാദ്യം നമ്മൾ എത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യും ഇല്ലേ? അത് ആരെങ്കിലും അതവിടെ വെച്ചിങ്ങാണ്ട് കള്ളന്മാർ കൊണ്ടുപോയിക്കോട്ടെ, അതവിടെ വെച്ചിട്ട് നമ്മൾ ആ സമ്പാദ്യം അവിടെ വെച്ചിട്ട് ഇനി ബാക്കിയുള്ള കാര്യം നോക്കി നടക്കുമോ? ഇല്ല. ആ സമ്പാദ്യം എത്ര സൂക്ഷ്മതയോടെ നമ്മൾ കൈകാര്യം ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ കുറേ കാലം ഇനിയും ജീവിക്കും. ഇപ്പോൾ ഈ സമ്പാദ്യം ഇപ്പോൾ ഒരു 2 കോടി സമ്പാദ്യമുണ്ട്. ആ 2 കോടി അതവിടെ നിൽക്കട്ടെ, ഇനി 4 കോടി എനിക്ക് വേറെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ 2 കോടി നോക്കാതിരിക്കുമോ? ഇല്ല. ഈ സമ്പാദ്യം ഇതുപോലെയാണ് നമ്മളെ അമല്. ഒരു പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ ഈ സമ്പാദ്യമാകുന്ന നമ്മൾ ചെയ്ത അമലിനേക്കാൾ അമല് ചെയ്യാൻ ചിലപ്പോൾ സമയം ഉണ്ടാവും. പക്ഷെ ഈ അമല് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൂല, നഷ്ടപ്പെടുത്തൂല. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്താ വേണ്ടത്? നമ്മൾ ചെയ്യുന്ന ഇന്നിപ്പം നമ്മൾ നിസ്കരിച്ച നിസ്കാരം നമ്മൾ ഒടുക്കുള്ളതാ പരലോകത്തേക്കുള്ള സമ്പാദ്യ. അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എത്ര വേദന. നമ്മളൊരു 50-60 കൊല്ലം സമ്പാദ്യം മുഴുവനും പരിയുന്ന കള്ളന്മാർ കൊണ്ടുപോയി പറഞ്ഞാൽ അതിൻ്റെ വേദന എത്ര അല്ല. ദുനിയാവിൻ്റെ കാര്യം ആലോചിച്ച് നോക്കി. അപ്പോൾ അത് ആഖിറത്തിൻ്റെ കാര്യമാണെങ്കിൽ വേറെ ഉടനെ ദുനിയാവിൽ പിന്നെ എവിടെയെങ്കിലൊക്കെ കടം വാങ്ങി പിന്നെയും കുറച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ മെച്ചപ്പെടാമെന്ന് വിചാരിക്കുക. പരലോകം പറ്റുമോ? പറ്റൂല. അപ്പം നമ്മൾ ചെയ്യുന്ന അമല് ചെയ്യാന്നുള്ളത് മാത്രമല്ല, അത് നഷ്ടപ്പെടാതെ നിധി പോലെ കാത്തു സൂക്ഷിക്കണം. എപ്പോഴും ഉറപ്പ് വരുത്തണം. നമ്മളെ അമല് പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിനുള്ള ഈമാൻ നമുക്ക് ഉണ്ടോയെന്ന് ആലോചിക്കേണ്ടി. ചെയ്ത അമല് പോയിട്ടില്ലാതെ എപ്പോഴും ഉറപ്പ് വരുത്തണം. ഇത് വളരെ ഗൗരവ സംഗതിയാണ്. അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ഈമാൻ നമുക്ക് വേണം. അപ്പോഴാണ് പഠിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരാളെപ്പറ്റി ഓൻ അങ്ങനെ തന്നെയാണ്, ഓൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, ഓൻ അങ്ങനത്തെ ഒരാളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേജാറ് വേണ്ടത് എന്താണെന്നറിയോ? നമ്മളെ പറഞ്ഞത് ഓൻ്റെ ചെവിയിൽ എത്തുമെന്നുള്ള ബേജാറല്ല. നമ്മൾ ഒരാളെപ്പറ്റി നമ്മൾ പറഞ്ഞു, ഓനെപ്പറ്റി പറഞ്ഞത് ഇപ്പോൾ രാഷ്ട്രീയ ഇലക്ഷനൊക്കെ നടന്നു, ഒരു സ്ഥാനാർത്ഥിയെപ്പറ്റി വളരെ മോശമായിട്ടുണ്ട് പറഞ്ഞു. ഓനെ കുറേ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ വ്യക്തിപരമായിട്ട് ഇല്ലാത്തൊക്കെ പറഞ്ഞു. അത് പിന്നീട് ഇനി വേറെ ആരെങ്കിലും എന്നെപ്പറ്റി ഇന്ന ആള് ഇന്നത് പറഞ്ഞിക്കണ എന്ന് ഇനി ഓനറ്റ് അറിയോ എന്നുള്ള ബേജാറല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ഇത് പറയുക വഴി എൻ്റെ അമല് പടച്ചോൻ എൻ്റെ അന്നത്തെ അമല് പോയില്ലേ എന്നുള്ള ബേജാറാണ് വേണ്ടത്. ആ ബേജാറ് മുഅ്മിനിനെ ഉണ്ടാവുള്ളൂ, ഈമാനുള്ളവനെ ഉണ്ടാവുള്ളൂ. ശരി, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഒന്ന് ഒരാൾ കുറേ കാലം ജീവിച്ചിട്ട് അയാൾ ആ ദീനിലെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്യുക? മതം വിട്ടുപോവുക. ഇനി വേറെ ഒന്നുണ്ട്, അതെന്താ? മതം മാറ്റം. രണ്ടാണ്. ഒന്ന് മതം തന്നെ ഇല്ല, മതം എന്ന് പറഞ്ഞാൽ പഠിച്ചോനും ദീനും ആഖിറും ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓൻ പോയി. ഇനി വേറെ ഒന്ന്, ദൈവമുണ്ട്, പരലോകമുണ്ട്, ഒക്കെ ഉണ്ട്, സ്വർഗം നരകമൊക്കെ ഉണ്ട്. പക്ഷെ മതം ഇതല്ല നല്ലത്. മതം ഒരു മുസ്ലിം ക്രിസ്ത്യാനിയായി മാറി, ക്രിസ്തു മതത്തിലേക്ക് പോയി. ഒരു മുസ്ലിം ഹൈന്ദവ മതത്തിലേക്ക് പോയി. എന്താ വിധി? കുറേ കാലം 40-45 കൊല്ലം മുസ്ലിമായി ജീവിച്ചു. നേരത്തെ 2 വ്യത്യാസം കിട്ടാ. നേരത്തെ പറഞ്ഞത് ശരിക്കെന്താണ്? ദൈവത്തെയും മതത്തെയും ഒക്കെ ആഖിറത്തിനൊക്കെ ഇല്ലാന്ന് പറഞ്ഞു പോയതാ. ഇതെങ്ങനെയാണ്? ക്രിസ്തു മതത്തിൽ ദൈവം ഉണ്ടല്ലോ,
ദൈവം ആരാന്നുള്ളത് വേറെ. ദൈവവിശ്വാസമുണ്ട്, സ്വർഗം നരകം പോലും വിശ്വസിക്കുന്നുണ്ട്, പരലോക വിശ്വസിക്കുന്നുണ്ട്, ഹൈന്ദവ മതത്തിലുണ്ട് ദൈവവിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെ ഒരാൾ മതം മാറിയാലുള്ള ഹുക്കം എന്താ? ഒരാൾ 45 കൊല്ലം മുസ്ലിം ആയിട്ട് അയാൾ പിന്നെ ഇസ്ലാം അല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ക്രിസ്ത്യാനിയാകാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ, ഓനെ സ്നേഹിച്ച പെണ്ണ് ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ക്രിസ്ത്യാനി പെണ്ണിനെ സ്നേഹിക്കാൻ വേണ്ടി, കല്യാണം കഴിക്കാൻ വേണ്ടി ഓൻ ആരായി? ക്രിസ്ത്യാനിയായി. എന്ത് കാരണം കൊണ്ടാകട്ടെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ സാമ്പത്തികമായിട്ട് സഹായിച്ചു, അപ്പോൾ സഹായിച്ചപ്പോൾ ഓൻ വെച്ച ഡിമാൻഡ് ഈ ഇസ്ലാമിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് വരണമെന്നാണ്. അപ്പോൾ ഓൻ കുറേ കാലം നിസ്കാരം നോമ്പൊക്കെ ഉണ്ടല്ലോ, ഓൻ്റെ അക്കൗണ്ടിലില്ലേ കുറേ നിസ്കാരം നോമ്പും സക്കാത്തൊക്കെ അല്ലേ, അത് കിട്ടുമല്ലേ? അത് കിട്ടുമല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. രണ്ടും രണ്ടാണ്. മനസ്സിലായിണ്ട? നേരത്തെ പറഞ്ഞ ഇത് പറഞ്ഞത് രണ്ടും രണ്ടാണ്. എന്താണ് അതിനെ പറ്റിയിട്ടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്? എന്താണ്? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കേട്ടോളൂ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം 3:19 ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം മാത്രമാണ്. ശരി, അപ്പം ഇസ്ലാം വിട്ടു പോയത് ഇപ്പം അതിലില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പം എന്നാൽ അടുത്ത ആയത്ത് കേട്ടോളി. 3:85 ആലിമ്രാന്റെ 85. വമൻ യബ്തഗി, ആരെങ്കിലും തേടിപ്പോയാൽ, വമൻ യബ്തഗി, ആരെങ്കിലും തേടിപ്പോയാൽ, ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം ദീനല്ലാത്ത ഒന്നിനെ ഒരു ദീനായി ആരെങ്കിലും തേടിപ്പോയാൽ, ഇബത്തക എന്നാൽ ആഗ്രഹിക്കുക, തേടിപ്പോവുക, സ്വീകരിക്കുക എന്നൊക്കെയാണ്. ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെ ആരെങ്കിലും തേടിപ്പോയാൽ ഫലൻ യുഖ്ബല മിൻഹു, ഒരിക്കലും അവനിൽ നിന്ന് കബൂലാവൂല. എന്താ കബൂലാവൂല പറഞ്ഞാൽ? സ്വീകരിക്കപ്പെടൂല. വഹുവ, അവൻ ഫിൽ ആഖിറത്തി, പരലോകത്ത് ആരായിരിക്കും എന്നറിയോ? മിനൽ ഖാസിരീൻ, നഷ്ടകാരികളിൽ പെട്ടവനായിരിക്കും. എന്താ നഷ്ടപ്പെടുന്നത്? അമലിമ നഷ്ടപ്പെട്ടു. അമൽ നഷ്ടപ്പെട്ടുകൊണ്ട് അവൻ്റെ സ്വർഗം പോയി, സ്വർഗം ഇല്ലാതായി, സ്വർഗം നഷ്ടപ്പെട്ടു. മിനൽ ഖാസിൻ, നഷ്ടകാരികളിൽ പെട്ടവനാണ്. അപ്പോൾ ഒരാൾ മുസ്ലിം അല്ലാതെ ഒരാളിപ്പോൾ നമ്മൾ പറയാം അയാൾ മുസ്ലിം അല്ലെങ്കിലും ഭയങ്കര ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കിട്ടുമോ? അപ്പം അമലുകൾ ബാത്തിലായി കളയുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പഠിച്ച കാര്യങ്ങൾ യഥാവിധി പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും, ആ കർമ്മങ്ങളിലൊക്കെ വന്നുപോയ വീഴ്ചകൾ, കുറവുകൾ, ന്യൂനതകൾ എല്ലാം അള്ളാഹു തആല പരിഹരിച്ച് മാപ്പാക്കി പൂർണ്ണമായ അമലുകൾ, സ്വീകരിക്കുന്ന അമലുകളായി അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെടാൻ, ഈമാനോട് കൂടി ജീവിച്ച് മുഅ്മിനായി മരണപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ അമലുകൾക്കും ഇരട്ടിയായി പ്രതിഫലം നാളെ പരലോകത്ത് കിട്ടുന്ന മഹാഭാഗ്യവാന്മാർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകളിൽ ഒന്നും ചോർന്നു പോകാതെ, ഒന്നും നഷ്ടപ്പെടാതെ പൂർണ്ണമായും പ്രതിഫലം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശവും നിറവേറ്റി തരട്ടെ. നമ്മളെ കച്ചവടത്തിലും ജോലിയിലും ഏർപ്പാടിലുമെല്ലാം അള്ളാഹു നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.